മീനാക്ഷിക്ക് ചെറുപ്പം മുതലേ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. വിദേശത്ത് പോയി പഠിക്കണം. നമ്മുടെ നാട്ടിലെ കോളേജിലോ സർവകലാശാലയിലോ പഠിക്കുന്നതിനേക്കാൾ വലിയ സ്വപ്നമായിരുന്നു അത്. വിദേശത്തെ മനോഹരമായ സർവകലാശാലകളും അവിടുത്തെ പുസ്തകങ്ങളും പുതിയ ആളുകളും അവളെ വല്ലാതെ ആകർഷിച്ചു. ഈ ലക്ഷ്യം മനസ്സിൽ വച്ച് അവൾ സ്കൂളിൽ വളരെ കഠിനാധ്വാനം ചെയ്തു. രാത്രികളിൽ വൈകിയും പഠിച്ച് അവൾ ഉന്നത വിജയം നേടി. അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ അറിവും കഴിവും നേടിയെടുക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. മീനാക്ഷിയുടെ സ്വപ്നം കേട്ടപ്പോൾ അവളുടെ സാധാരണക്കാരായ അച്ഛനും അമ്മയ്ക്കും വലിയ ആശങ്കയുണ്ടായി. അതിന് വലിയ തുക ചെലവ് വരുമല്ലോ എന്നതായിരുന്നു അവരുടെ പ്രധാന ഭയം. എനിക്കറിയാമമ്മേ, പക്ഷേ ഞാനൊരു വഴി കണ്ടെത്തും. ഞാൻ സ്കോളർഷിപ്പ് നേടും, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യും. എന്തായാലും ഞാൻ എന്റെ സ്വപ്നം ഉപേക്ഷിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് അവൾ ഇന്റർനെറ്റിൽ വിദേശ സർവകലാശാലകളെക്കുറിച്ച് വിശദമായി ഗവേഷണം ചെയ്യാൻ തുടങ്ങി. ഓരോ സർവകലാശാലയുടെയും വെബ്സൈറ്റുകൾ അവൾ സസൂക്ഷ്മം പരിശോധിച്ചു. ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, എങ്ങനെ അപേക്ഷിക്കണം, എന്ത് രേഖകളാണ് വേണ്ടത് എന്നെല്ലാം അവൾ മനസ്സിലാക്കി. ഈ ഗവേഷണം അവളുടെ യാത്രയിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഒടുവിൽ അവൾക്ക് താൽപ്പര്യമുള്ള ഒരു കോഴ്സും സ്കോളർഷിപ്പും നൽകുന്ന ഒരു സർവകലാശാല കണ്ടെത്തി. അവൾ ഉടൻ തന്നെ അപേക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപേക്ഷാ ഫോം പൂരിപ്പിക്കുക, ഉപന്യാസങ്ങൾ എഴുതുക, ശുപാർശ കത്തുകൾ സംഘടിപ്പിക്കുക എന്നിവയൊന്നും എളുപ്പമായിരുന്നില്ല. എങ്കിലും മീനാക്ഷിക്ക് ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നു. അവസാനം ആ ദിവസം വന്നെത്തി. സർവകലാശാലയിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു. ഹൃദയമിടിപ്പോടെ അത് തുറന്നു നോക്കിയപ്പോൾ അവൾ വിസ്മയിച്ചുപോയി. അവൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൂടാതെ അവളുടെ അക്കാഡമിക് മികവിന് സ്കോളർഷിപ്പും അനുവദിച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും സ്വപ്നങ്ങൾക്കും ഒടുവിൽ ഫലം കണ്ടു. കുറച്ചു മാസങ്ങൾക്കപ്പുറം അവൾ വിമാനത്തിൽ കയറി. ഒരു പുതിയ ലോകം അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.